ഹലോ നമസ്കാരം. വ്യത്യസ്തങ്ങളായ AI ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു AI ടൂളിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള AI ടൂളാണ്. ഈ ഒരു AI ടൂൾ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം ടെക്സ്റ്റിനെ ഓഡിയോ രൂപത്തിലേക്കാക്കാൻ പറ്റും, ഓഡിയോ പുസ്തകങ്ങൾ നിർമ്മിക്കാൻ പറ്റും, പോഡ്കാസ്റ്റുകൾ നിർമ്മിക്കാൻ പറ്റും, ഡബ്ബിങ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിങ്ങളൊരു വീഡിയോ ചെയ്തു, അതിനെ മറ്റൊരു ഭാഷയിലേക്ക് വീഡിയോ ആക്കി മാറ്റണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മൾക്ക് ഇവിടെ വോയിസുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു യങ് ലേഡിയുടെ ശബ്ദത്തിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേറെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം തന്നെ ക്ലോൺ ചെയ്ത് നിർമ്മിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു വലിയൊരു ബിസിനസ് ആളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് അറിയിക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നേരല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു AI ടൂൾ വെച്ച് നിങ്ങളുടെ വോയിസ് ക്ലോൺ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് കൊടുത്താൽ മതി. നിങ്ങളുടെ ഓഡിയോയിൽ നിങ്ങൾ സംസാരിക്കുന്ന അതേ ഓഡിയോയിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമയം ലാഭിക്കാൻ പറ്റും. അങ്ങനെ ഇതുപോലെ ഒരുപാട് ഉപകാരം നമ്മൾക്ക് ഈ ഒരു ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള AI ടൂൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ AI ടൂളിൻ്റെ പേര് 11 Labs ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു AI ടൂൾ ഉപകാരപ്പെടും, നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കാം. നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ കയറിയിട്ട് 11 Labs എന്ന് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഞാൻ എന്ത് ചെയ്തു, 11 Labs എന്ന് സെർച്ച് ചെയ്തു. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സൈൻ അപ്പ് ചെയ്യണം. ഞാൻ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാണ്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേലുള്ള ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കാണാൻ സാധിക്കുക. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 2 പ്ലാറ്റ്ഫോം ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം, സെക്കൻഡ് കോൺവെർസേഷണൽ പ്ലാറ്റ്ഫോം. നമ്മൾ ഇവിടെ പറയുന്നതും നമ്മൾക്ക് ആവശ്യമുള്ളതും ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ മോഡ് ചൂസ് ചെയ്തു. നെക്സ്റ്റ് ഇവരുടെ ഹോം പേജിൽ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ക്വിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ല, അവിടേക്ക് പോകാനുള്ള ഓപ്ഷൻസ് നമ്മൾക്ക് ഇവിടെ ഉണ്ട്. ഓഡിയോ ബുക്ക് ആണെങ്കിൽ ഇൻസ്റ്റൻറ്റ് സ്പീച്ച്, കോൺവെർസേഷണൽ AI, പോഡ്കാസ്റ്റ്, സൗണ്ട് എഫക്റ്റ്, ഡബ്ബഡ് വീഡിയോ, അങ്ങനെ പല പ്രധാനപ്പെട്ട ഇവരുടെ സർവീസുകൾ ഇവിടെ ക്വിക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ ഇവിടെ വോയിസസ് എന്നുള്ളൊരു ഹോം പേജ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് വ്യത്യസ്ത ഓഡിയോസ് കേട്ട് നോക്കാനും അത് നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ലേഡിയുടെ ശബ്ദമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ഇന്ത്യൻ ലേഡിയുടെ ശബ്ദമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇന്ത്യൻ ലേഡി എന്ന് സെർച്ച് ചെയ്യാം. ഇന്ത്യൻ ലേഡി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലേഡീസിൻ്റെ ശബ്ദം കേൾക്കാം. ശബ്ദം കേൾക്കാന്നല്ല, ആ ഒരു ഓഡിയോസ്. ഓക്കെ, എന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു എക്സാമ്പിൾ, നമ്മൾ നെക്സ്റ്റ് ടെക്സ്റ്റ് ടു സ്പീച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഓഡിയോ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പേര് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഏത് ഓഡിയോസ് ആണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഇതിലുള്ള മറ്റു ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രഞ്ചിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഭാഷ ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആക്സെൻറ്റ്, അതായത് ബ്രിട്ടീഷ് ആക്സെൻറ്റ് വേണോ, അമേരിക്കൻ ആക്സെൻറ്റ് വേണോ, അതൊക്കെ നമ്മൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൽ, ഫീമെയിൽ, പിന്നെ യങ്, ഓൾഡ്, മിഡിൽ ഏജ്, അതിനുള്ള ഓപ്ഷൻസ്, കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അതുവഴി എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സെർച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ ഫൈൻഡിങ്സ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് വേണ്ട വോയിസുകൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഇവിടെ ക്രിയേറ്റ് ഓർ ക്ലോൺ എ വോയിസ്. അതായത് നമ്മൾ വ്യത്യസ്ത AI ടൂളുകൾ വെച്ച് ഇമേജുകൾ ജനറേറ്റ് ചെയ്യുന്ന, വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു AI ടൂൾ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വോയിസുകൾ പ്രോംപ്റ്റ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ചാനലിലോ അല്ലെങ്കിൽ എന്തിനേലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു യങ് ആയിട്ടുള്ള ഒരു ചാനലിന് വേണ്ട വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കേരളത്തിലുള്ള ഒരാൾ അനൗൺസ് ചെയ്യുന്നുള്ള ഒരു ശബ്ദം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു AI ടൂൾ വെച്ചിട്ട് നിർമ്മിക്കാൻ പറ്റും. അതിലേറെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം ക്ലോൺ ചെയ്ത് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഒരു വട്ടം നിങ്ങൾ ക്ലോൺ ചെയ്ത് നിർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് ടെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾ സംസാരിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോസ് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ നിർമ്മിക്കുക കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് പറയും. അതിന് മുമ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഒന്നാമത്തേത് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ളതാണ്. ഓക്കെ, ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഓഡിയോ
ആക്കി തരിക. ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു ടീച്ചറാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പെട്ടെന്നൊരു ടെക്സ്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യേണ്ട സാഹചര്യമല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാൽ മതി, ആ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. പലപ്പോഴും നമ്മൾ ഹേജൻ പോലുള്ള AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് മലയാളം ടെക്സ്റ്റ് കൊടുത്താൽ അക്യുറേറ്റ് ആയിട്ടുള്ള മലയാളം ഓഡിയോസ് കിട്ടില്ല. അപ്പോൾ അവിടേക്ക് വേണ്ട ഓഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ശരിക്കും ഒരു മലയാളം ടെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിവിടെ നമ്മൾക്ക് ഏത് വോയിസ് ആണോ വേണ്ടതെന്നുള്ള ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ വോയിസസ് എന്നുള്ള ഓപ്ഷനിൽ പല വോയിസുകളും കേട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഏത് വോയിസാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ രാഹുൽ എന്നുള്ള പേരുള്ള വോയിസ് ഉണ്ടെങ്കിൽ രാഹുൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇന്ത്യ എന്നുണ്ടോ, ഇന്ത്യ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് അവിടെ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, ഇവിടെ വ്യൂ ഓൾ കൊടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഓഡിയോ വേണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളൊരു ഒരു ഓഡിയോ നിർമ്മിക്കുകയാണ്, ടെക്സ്റ്റ് ടു സ്പീച്ച്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു പോസസ് വേണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഐക്കട്ടിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് എന്ന് കൊടുക്കുക, വീണ്ടും ഇടുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ഇത്ര സെക്കൻഡ് വേണം എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജനറേറ്റ് സ്പീച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓഡിയോ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്സ്റ്റിന് നമ്മൾക്ക് ഓഡിയോ രൂപത്തിലാക്കിയിട്ട് ഇവർ തന്നിട്ടുണ്ടാകും. 2 ഓപ്ഷൻസ് ഇവർ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് രണ്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആശയവിനിമയം നമ്മുടെ വ്യക്തി ജീവിതം മുതൽ, കുഴപ്പമില്ല, പക്ഷെ എന്തോ ഒരു ആർട്ടിഫിഷ്യൽ മലയാളം റീഡിംഗ് ഉണ്ട്. ഫലപ്രദമായ ആശയവിനിമയം നമ്മുടെ വ്യക്തി ജീവിതം മുതൽ തൊഴിൽപരമായ, ഇത് കുഴപ്പമില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് വോയിസുകൾ ഏത് വോയിസ് ആണോ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഈ വോയിസ് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതാണ് ടെക്സ്റ്റ് ടു സ്പീച്ചിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അവയർനെസ്. നെക്സ്റ്റ് എന്നുള്ളത് വോയിസ് ചേഞ്ചറാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഈ ഒരു ഓഡിയോ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ വേറൊരാൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ മെയിലാണ്, ഫീമെയിൽ ഓഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ പറ്റും. അതാണ് വോയിസ് ചേഞ്ചർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനും പറ്റും, റെക്കോർഡ് ചെയ്യാനും പറ്റും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മലയാളം നോക്കി നോക്കാം. മലയാളം എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല, എന്നാലും മലയാളം ട്രൈ ചെയ്ത് നോക്കാം. ഹലോ, നമ്മുടെ നാട് വളരെ മനോഹരമാണ്. നിനക്ക് നമ്മുടെ നാട് ഇഷ്ടമാണോ? ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ജനറേറ്റീവ് സ്പീച്ച് എന്ന് കൊടുത്തു. ഇവിടെയൊക്കെ നമ്മൾക്ക് ഏത് വോയിസിലാണ് വേണ്ടതെന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഏത് തരം വോയിസിലാണെന്ന്. നാട് വളരെ മനോഹരമാണ്, നിനക്ക് നമ്മുടെ നാട് ഇഷ്ടമാണോ? ഇപ്പോൾ എൻ്റെ വോയിസ്, അതായത് ഞാൻ റെക്കോർഡ് ചെയ്ത അതേ സാധനം വളരെ 1-2 സെക്കൻഡ് കൊണ്ട് അത് വേറൊരാൾ സംസാരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു, മാറ്റി തന്നു. ഇനി നമുക്ക് ആ ഓഡിയോസ് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് വ്യത്യസ്ത ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതെനിക്ക് അത്രത്തോളം അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ ഒരു ഫങ്ഷൻ എനിക്ക് മനസ്സിലായത്, അതായത് നമ്മുടെ ശബ്ദത്തോട് എത്രത്തോളം സിമിലാരിറ്റി വേണം എന്നുള്ള ഓപ്ഷൻ നമ്മൾക്ക് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് സൗണ്ട് എഫക്ട്സ് ആണ്. അതായത് പലപ്പോഴും ഞാനൊരു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓരോ സമയത്ത് ഓരോ സൗണ്ടുകൾ ആവശ്യമുണ്ടാകും. ഫോർ എക്സാമ്പിൾ ടൈപ്പ് ചെയ്യുന്ന സൗണ്ട്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ പോകുന്ന ശബ്ദം, അങ്ങനത്തെയൊക്കെ ഓഡിയോസ് വേണ്ടി വരും. പക്ഷേ പലപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യണം, യൂട്യൂബിൽ ഓരോന്നായിട്ട് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്ത് ലാസ്റ്റ് കണ്ടെത്തിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശബ്ദങ്ങൾ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു സിമ്പിൾ സാധനം ചോദിച്ചു നോക്കാം. ഒരു റെയിനിങ്ങിൻ്റെ ശബ്ദം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു നോക്കണേ. റെയിനിങ് വിത്ത് തണ്ടർ, ഇടിമിന്നലോടുള്ള ഒരു ഇത് ജനറേറ്റ് ചെയ്ത് തരാൻ പറയാണ്. അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, റെയിനിങ് വിത്ത് തണ്ടർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓ, ഇത് ശരിക്കും പൊളി കേട്ടോ. നമുക്ക് 5 സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റീലൊക്കെ മേക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇനി നിങ്ങൾ ശബ്ദത്തിന് വേണ്ടി എവിടെയും പോകണ്ട, ഇവിടെ വന്നാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് സൗണ്ട് എഫക്ട്സിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് വോയിസ് ഐസൊലേറ്റർ ആണ്. ഇത് എങ്ങനെ വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ നിർമ്മിച്ച് ശേഷം ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ ഒരുപാട് നോയ്സുകൾ കയറിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ വ്യത്യസ്ത ആപ്പുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു AI ടൂൾ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും.
നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അപ്ലോഡ് ഓഡിയോ, റെക്കോർഡ് ഓഡിയോ. നമ്മളിവിടെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കണം. ഹലോ സോറി ഹലോ, നിനക്ക് സുഖമാണോ? നീ എവിടെയാണ്? ഓക്കെ, നമ്മളിങ്ങനെ ഓക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഐസൊലേറ്റ് വോയിസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഹലോ, നിനക്ക് സുഖമാണോ? നീ എവിടെയാണ്? നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തിരുന്ന അതിന് പറയാൻ എനിക്കറിയില്ല. ആ ശബ്ദം എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു എഫക്റ്റീവാണ്. നമുക്ക് പലപ്പോഴും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഈ ഒരു ടൂൾ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ ഉള്ളതാണ് സ്റ്റുഡിയോ. അത് നിങ്ങൾക്കൊരു ഓഡിയോ ബുക്ക് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയോ ബുക്ക് നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും. അതേപോലെ തന്നെ പോഡ്കാസ്റ്റും നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ, ക്രിയേറ്റ് ഓഡിയോ ബുക്ക് എന്ന് കൊടുത്തിട്ട് നമുക്ക് ഏത് ഫയലാണോ ഇവിടെ PDF, ഡോക്ക് ഫയലുകളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ശേഷം നമ്മൾ ഏത് തരം വോയിസിലുള്ള ഓഡിയോ ബുക്കാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ഓരോന്നും ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയോ പുസ്തകങ്ങൾ നിർമ്മിച്ച് തരും. അതേപോലെ തന്നെ ക്രിയേറ്റ് പോഡ്കാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്കൊരു പോഡ്കാസ്റ്റ് നിർമ്മിക്കാൻ സിമ്പിളായിട്ട് ഇവരുടെ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണോ ആ പോഡ്കാസ്റ്റിൽ പറയേണ്ടത് ആ കണ്ടൻറ്റിൻ്റെ ഡോക്ക് ഫയലോ അല്ലെങ്കിൽ PDF ഫയലോ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ശേഷം 2 ഹോസ്റ്റുകളുടെ ശബ്ദം, ഒന്ന് ഗസ്റ്റിൻ്റെ വോയിസ്, അത് ഏതൊക്കെ വേണ്ടെന്നുള്ള ഓപ്ഷൻസ് നമ്മൾക്കുണ്ട്. ഇവിടെ ഏത് വോയിസും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോഡ്കാസ്റ്റ് നിർമ്മിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. നെക്സ്റ്റ് ലാസ്റ്റ് ഉള്ളത് ഡബ്ബിംഗ് ഓപ്ഷനാണ്. ഡബ്ബിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഇംഗ്ലീഷിലൊരു വീഡിയോ നിർമ്മിച്ചു. ആ സെയിം കോണ്ടന്റ് നിങ്ങൾ വേറൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിങ്ങൾക്കത് ഫ്രഞ്ചിലാണ് പറയേണ്ടത്, പക്ഷേ നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയില്ല. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഈ ഒരു AI ടൂൾ വെച്ചിട്ട് നിങ്ങൾക്കത് ഫ്രഞ്ചിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഓൾറെഡി ഒരു റീല് ഇംഗ്ലീഷിലുള്ള ഒരു റീല് കണ്ടുവച്ചിട്ടുണ്ട്. മലയാളം ഇവർ ഡിറ്റക്റ്റ് ചെയ്യുന്നതിൽ ഒന്നുകൂടി ഇവിടെ ഡബ്ബിങ്ങിൽ ഇമ്പ്രൂവ് ആവാണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഒരു ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തു? കോപ്പി ചെയ്തു. ശേഷം ഞാനിവിടെ ക്രിയേറ്റ് ഡബ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കുക. ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ഏത് ലാംഗ്വേജിലാണോ ഡിറ്റക്റ്റഡ് ലാംഗ്വേജ്, അതിലുള്ള ലാംഗ്വേജ് ഏതാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ ഏത് ലാംഗ്വേജിലേക്കാണോ ഇത് മാറ്റേണ്ടത് എന്നുള്ളത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷും അറബിയും കൊടുത്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? വീഡിയോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. യൂട്യൂബ്, ടിക്ടോക്ക് ലിങ്കുകളൊക്കെ പറ്റും. ഞാനിവിടെ ജസ്റ്റ് വീഡിയോ ലിങ്ക് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം? നോക്കി നോക്കാം. ഇവിടെ എത്ര സ്പീക്കേഴ്സ് ഉണ്ടെന്ന് കൊടുത്തു. ക്രെഡിറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, എന്നാലും നമുക്കത് ക്രിയേറ്റ് ഡബ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന ഡബ്ബിങ്ങിന് കൊടുത്ത വീഡിയോ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ ഇത് പ്ലേ ചെയ്യാം? ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്തിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു. ഓക്കെ, നമ്മളിനി അത് എന്ത് ചെയ്യുന്നത്? അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതായത് ആ സാധനം സിമ്പിളായിട്ട് അറബിയിൽ ഡബ് ചെയ്ത് തന്നു. ഒരു പണിയെടുക്കാതെ നമ്മൾക്ക് സിമ്പിൾ ജനറേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്തു? ഇത് ഡബ് ചെയ്ത് തന്നു. അപ്പോൾ നിങ്ങൾക്കിത് പലതരത്തിലും നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് ഉള്ളത് സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ടു സ്പീച്ചാണ്. സ്പീച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നതാണ് ലാസ്റ്റ് ഫംഗ്ഷൻ. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നത് വോയിസ് അല്ലെങ്കിൽ ക്രിയേറ്റ് ക്ലോൺ വോയിസിൻ്റെ ഫീച്ചേഴ്സ് കൂടി പറയാം. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് പറയുന്നത് വോയിസ് ഡിസൈൻ ചെയ്യാണ്. ഇത് നമ്മൾ നേരത്തെ ഇമേജുകളൊക്കെ ജനറേറ്റ് ചെയ്തിരുന്നല്ലോ. നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോം വേണം, അതിൻ്റെ അവിടെ ഒരു അരുവി വേണം, നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിരുന്നല്ലോ. അതേപോലെ തന്നെ ശബ്ദം എങ്ങനെയാണോ വേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് സംസാരിക്കുന്ന ശബ്ദം എങ്ങനെയാണ് വേണ്ടതെന്നുള്ള പ്രോംപ്റ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി അവർ ഡിഫോൾട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു ഓൾഡ് ലേഡീൻ്റെ ശബ്ദം വേണം. ഓക്കെ, an old lady from Kerala, their sound should be, എനിക്ക് സൗണ്ടിൻ്റെ കുറേ ടെക്നിക്കൽ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് അറിയില്ല. സൗണ്ട് ഷുഡ് ബി
ഒരു ടയേർഡ് ശബ്ദം വേണം. ഓക്കെ, ദെയർ ഏജ് ഈസ് അറൗണ്ട് 85. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാജ്യം കൊടുക്കണം, ഏജ് കൊടുക്കണം, പിന്നെ ആക്സെൻ്റ് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ കൊടുക്കണം. ദേ ഷുഡ് സ്പീക്ക് മലയാളം. നമ്മൾ ജസ്റ്റ് കൊടുത്തു നോക്കാം എത്രത്തോളം ഫീച്ചേഴ്സ് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ അതിന് ശേഷം ഇവരെന്താണോ, അതായത് നമ്മളൊരു വോയിസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് ടെസ്റ്റ് അടിക്കേണ്ട ടെക്സ്റ്റ് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമുക്കൊരു ടെക്സ്റ്റ് വേണം. ഓക്കെ, അപ്പോൾ അതിന് തൽക്കാലം നമ്മൾ ഇവിടെ എവിടെയും ടെക്സ്റ്റ് ഇല്ല, നമ്മളൊരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യണം. മലയാളം വിക്കിപീഡിയ. ഓക്കെ, വിക്കിപീഡിയ നമ്മൾ ഇന്നൊരു ടെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. ഒന്നും കിട്ടിയില്ല, തൽക്കാലം ഇത് കൊണ്ടുപോയി. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ വോയിസ് ജനറേറ്റ് വോയിസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം എത്രത്തോളം നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നിർമ്മിക്കുന്ന വോയിസ് എത്രത്തോളം എഫക്റ്റീവാണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശരിയാവുന്നുണ്ട് കേട്ടോ, കുറേയൊക്കെ ശരിയായിക്കണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാലേ ഇത് നൈസായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ വൃദ്ധയുടെ ശബ്ദം ആയതുകൊണ്ട് തന്നെ അത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നില്ല, പക്ഷെ കുറേയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം തന്നെ ക്ലോൺ ചെയ്ത് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറേ റെക്കോർഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് ക്ലോൺ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ChatGPT എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് എടുത്തു അത് ശരിക്കും ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വോയിസ് ക്ലോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് വോയിസ് ക്ലോണും ഉണ്ട്, പ്രൊഫഷണൽ വോയിസ് ക്ലോണും ഉണ്ട്. പ്രൊഫഷണൽ വോയിസ് ക്ലോണ് രണ്ടും പെയ്ഡ് വേർഷനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പെയ്ഡ് കൂടുതലൊന്നുമില്ല, നിങ്ങൾക്ക് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് വേർഷൻ എടുത്തുകൊണ്ട് നഷ്ടമാവില്ല. കാരണം സിമ്പിളി ഇതാണ് ഇവരുടെ പ്രൈസിങ് വരുന്നത്. നമുക്കൊരു സ്റ്റാർട്ടർക്ക് ഏകദേശം $5 സ്റ്റാർട്ട് ചെയ്യും ഒരു മാസത്തേക്ക്. $5 എന്ന് പറഞ്ഞാൽ ഒരു 400-450 രൂപക്കൊക്കെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സർവീസുകൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പെയ്ഡ് വേർഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഇനി ഇത് ഒന്നും നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ വേറെ പെർട്ടിക്കുലർ സിമിലർ AI ടൂൾസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, സൂൺ ചെയ്യും. അപ്പോൾ ഇതുപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കോണ്ടന്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു വീഡിയോ എഫക്റ്റീവായി എന്നുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. കാരണം അത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.